എല്ലാ നിയമവും ഒറ്റയടിക്ക് നടപ്പിലാക്കി ഇരുമ്പ് ചട്ടയ്ക്കുള്ള ആക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അധികാരവും നിയമവും വളരെ കുറച്ചേ പ്രയോഗിക്കാവുള്ളൂ, നിവർത്തിയില്ലാത്ത സ്ഥലത്ത് മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. പക്ഷേ നിവർത്തി കിടന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞ് മുന്നോട്ട് വർക്ക് തീർക്കാതെ മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കോൺട്രാക്ടർമാരെ, നമുക്ക് നടപടിയിലേക്ക് പോകേണ്ടി വരും. എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം വർക്ക് ചെയ്യാതെ പൂർത്തിയാക്കാതെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് വളരെ വിനയപുരസരം പറയുകയാണ്. നിവർത്തികേട് കൊണ്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും ഒരു വനിതാ കൗൺസിലറുടെ നിരന്തരമുള്ള വേദനയും കണ്ണുനീരും കണ്ടുകൊണ്ട്, ഒരു കോൺട്രാക്ടറെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടുകൊണ്ട് ഭരണസമിതി വന്നതിന് ശേഷം ആ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ തീരുമാനിച്ചു. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ കോൺട്രാക്ടർ അറിഞ്ഞു. പിന്നെ ഈ നാട്ടിലുള്ള പ്രധാനമന്ത്രി വഴി എല്ലാ നേതാക്കന്മാരെ കൊണ്ടും വിളിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇന്നസെന്റ് ചോദിച്ചോളൂ, കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണോ, ഞാൻ വർക്ക് ഇന്നലെ ചെയ്യണോ, ടാറ് കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് ഞാൻ കോട്ട് വിട്ടിട്ട് ഡയസിൽ കയറുന്നതിന്റെ ആ നിമിഷം വരെ ആ അജണ്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. എത്രത്തോളം അജണ്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, അത്രത്തോളം ആവേശത്തിൽ അദ്ദേഹത്തെ കരിമ്പട്ടിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ല, ഒരു മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ല അവിടെ. എന്തിനാണ്? കാരണം ആ വനിത, ആ കൗൺസിലർ രാത്രി ഉറക്കമില്ലാതെ 2023-ലും 2025-ലും 2024-ലും ഈ ഒരു റോഡ് ടാർ ചെയ്യിക്കാൻ വേണ്ടി ആ കൗൺസിലറെ നിരന്തരം വിളിച്ച് അവർ കരഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ കണ്ടാ നേരത്തെ കണ്ടതാ. അങ്ങനെ ഒരു ടീം ഇരുന്നപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ എന്തിനാ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യം, എന്തിനാണ് അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് എന്തിനാ കാല് പിടിക്കണത്? എന്തിന് മേയറുടെ മുമ്പ് എന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങളുടെ അവകാശമാണത്, എന്റെ അവകാശമൊന്നുമില്ല. ഞാൻ ചെയ്തു കൊടുക്കേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയാണ് തൊഴേണ്ടത്. അത് പറ്റിപ്പോയി, അവസ്ഥ പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏത് സമയം തീരുമാനിച്ചാലും അടുത്ത ആക്ഷനിലേക്ക് ഞങ്ങൾ പോകും. അവിടെ പിന്നെ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല.